രമ്യ, ഇപ്പൊ എന്തായാലും കോടതി ഇതിനെ സംബന്ധിച്ച് വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ നിരീക്ഷണ പ്രകാരം നിലവിലുള്ള ബോർഡിനും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് എന്ന് സംശയാതീതമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറ്റാരോപിതനായിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തുടരാൻ അനുവദിക്കുക എന്ന് പറയുന്നത് അധാർമികമാണ്, സദാചാര വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തുടരാൻ അനുവദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വൈക. കാരണം 16-ാം തീയതി വരെ അയാൾക്ക് പ്രസിഡന്റായി തുടരാൻ നിയമപരമായി അവകാശമുണ്ട്. അതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് പുതിയ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗത്തെയും നിയമിക്കുമെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത. നിങ്ങൾ രമ്യ സൂചിപ്പിച്ച പോലെ സമ്പത്തിന്റെ പേര് പരിഗണനയിലുണ്ട്. അതുപോലെ CPIയുടെ ഒരു പ്രതിനിധിയുടെ പേരും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഗവൺമെന്റ് ഈ പുതിയ പ്രസിഡന്റിനെ നിയമിക്കാൻ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ വന്നിടത്തോളം കാലം ഗവൺമെന്റിന് വേറെ നിക്കക്കള്ളിയില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇതൊരു അന്തർദേശീയ കള്ളക്കടത്താണ് എന്ന് അവർ സംശയിക്കുന്നുവെന്നാണ് നിരീക്ഷണ സമിതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഇപ്പോൾ അന്വേഷണം നടത്തുന്ന സമിതി തന്നെ പറഞ്ഞു ഇതൊരു ചെറിയ കള്ളക്കടത്തൊന്നുമല്ല, ഇതിന് അന്തർദേശീയ വ്യാപ്തിയുണ്ട്, ഒരുപാട് ആളുകൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ കേസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, പെട്ടെന്ന് അവസാനിക്കുന്നതുമല്ല. അപ്പൊ ഇതെല്ലാം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ആളുകളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഉഡായിപ്പ് പരിപാടി സർക്കാർ നടത്തിയാൽ കോടതി അംഗീകരിക്കില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗീകരിക്കില്ല, പൊതുസമൂഹം അംഗീകരിക്കത്തില്ല. ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഏടാകൂടത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. ചക്രവ്യൂഹം എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു വ്യൂഹത്തിൽ പെടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ ഇതിന് ഉത്തരം പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. പിണറായി വിജയന്റെ നോമിനിയാണല്ലോ ഇപ്പോ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പറും അതിന് മുമ്പുള്ള ദേവസ്വം ബോർഡ്. അതിപ്പോ K. വാസു എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് കാണാം. വൈകത്തില്ല, അധികം വൈകാതെ തന്നെ അയാൾ അകത്താവും. അതിനെ തുടർന്ന് ചില മന്ത്രിമാരും മുൻ മന്ത്രിമാരും മുൻ ദേവസ്വം പ്രസിഡന്റുമാരും ഒക്കെ ചിലപ്പോൾ കുറച്ചുനാൾ അകത്ത് കിടക്കേണ്ടി വരും. അത്ര ഗുരുതരമായ രീതിയിലേക്ക് സംഗതികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. മാറ്റിയാൽ പോലും ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളുടെ ഉത്തരവാദിത്വം നിലവിലുള്ള സർക്കാരിനും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ഒഴിഞ്ഞു മാറാനും സാധ്യമല്ല. അവരൊക്കെ താമസിയാതെ പ്രതിപട്ടികയിൽ 1, 2, 3 എന്ന് വരും. ഇപ്പോൾ തന്നെ ഓരോരുത്തരായി അകത്തായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ സ്രാവുകൾ, വൻപൻ സ്രാവുകൾ ഇനിയും പിടിക്കപ്പെടും. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വാസുവിനെ സാർ പറഞ്ഞതുപോലെ തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതോടെ ഇപ്പോൾ യഥാർത്ഥ ആളുകളിലേക്കൊക്കെ എത്തും എന്നുള്ള ഒരു ഭയം ഇപ്പോൾ സർക്കാരിന് ഉണ്ട് എന്ന് പറയണം. രമ്യ, ഈ വാസുവിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതിനൊന്നും അധികം താമസം വേണ്ട. വാസുവിന് മാത്രം ഇത് തീരത്തില്ല രമ്യ. ഇനി ഒരുപാട് പേര് ഇതിന്റെ പിറകിലുണ്ട്. ഇത് ഒരാളോ രണ്ടുപേരോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാലൊന്നും ഇങ്ങനെയൊന്നും അവിടുത്തെ ദ്വാരപാലക ശില്പവും അവിടുത്തെ കട്ടളയും വാതിലും ഒന്നും ഇളക്കിക്കൊണ്ട് പോകാനൊക്കത്തില്ല. ഇവിടെ ഞങ്ങളുടെയൊക്കെ വേദപുസ്തകത്തിൽ ഒരു സംഗതിയുണ്ട്, യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയത്. ഇവിടെ വാസു ചെമ്പ് സ്വർണമാക്കി, സ്വർണം ചെമ്പാക്കിയ പാർട്ടിയാണ്. അങ്ങനെ സ്വർണം ചെമ്പാക്കിയവരെ ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് രമ്യ പറഞ്ഞതുപോലെ വാസുവിൽ മാത്രം നിൽക്കില്ല. വാസു അടുത്തത്, അതിന്റെ പിന്നാലെ പലരും വരും. മുൻ ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം ഇപ്പൊ MLA ആയിട്ടൊക്കെ ഇരിക്കുകയല്ലേ. അദ്ദേഹത്തിന്റെ ഒക്കെ പട്ടികയിൽ വരും. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ദേവസ്വം ബോർഡ് മൊത്തത്തിൽ അഴിച്ചു പണിയുന്നതോടെ ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാല്ലേ? അതെ, ദേവസ്വം ബോർഡ് അഴിച്ചു പണിയുന്നതെന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രശ്നമാണ്. കാരണം അടുത്ത 17-ാം തീയതി മണ്ഡല പൂജ തുടങ്ങാൻ പോവുക. ശബരിമലയിലെ ആരാധനയൊന്നും ആർക്കും തടയാൻ പറ്റത്തില്ല. കോടിക്കണക്കിന് ആളുകൾ ലോകത്തുനിന്ന് വരുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ്. അപ്പോൾ അവിടുത്തെ നടപടികൾ തുടർന്നെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് പുതിയ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ അവർ ഈ 17-ാം തീയതി വൃശ്ചികം 1-ാം തീയതി തുടങ്ങുന്ന ആരാധനകളിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അതിന് തടസ്സം വരുത്താൻ ആർക്കും സാധ്യമല്ല. കേസിന്റെ വഴിക്ക് പോകും. ആരാധനയൊക്കെ ലോകത്തുള്ള ജനകൂടികളുടെ വിശ്വാസ സംബന്ധമായ പ്രശ്നമാണ്. അതിനുവേണ്ടി ഒരു ക്രമീകരണം പുതിയ ബോർഡ് ചെയ്യുന്നുവെന്ന് മാത്രം അതിനെ കണ്ടാൽ മതി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.